തിരുവല്ലയിൽ KSRTC ബസ്സിന് കല്ലെറിഞ്ഞയാളെ ഡ്രൈവറും കണ്ടക്ടറും ഓടിച്ചിട്ട് പിടിച്ചു. ബസ്സിൽ നിന്നിറങ്ങിയ യാത്രക്കാരൻ അതേ ബസ്സിന് നേരെ കല്ലെറിയുകയായിരുന്നു. അഞ്ഞലിത്താനം സ്വദേശി രതീഷിനെ പോലീസിന് കൈമാറി. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. മനീഷ് മഹിബാൽ പത്തനംതിട്ടയിലും ചേരുന്നു. പിടിച്ചു വെച്ചിരിക്കുക രണ്ടുപേരുടെ അല്ലേ? നന്നായി പറയൂ മനീഷ്. എന്തായാലും ഈ കല്ലെറിഞ്ഞ ആളുടെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ല. ഇനി എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് അറിയില്ല. എന്തായാലും കണ്ടക്ടറും ഡ്രൈവറും കൂടി കൃത്യമായിട്ട് അയാളെ പിടിച്ചു വെച്ച് പോലീസുകാരെ വിളിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതായത് തിരുവല്ലയിൽ നിന്നാണ് ഈ ബസ്സിൽ ഈ രതീഷ് കയറുന്നത്. കോട്ടയം ഡിപ്പോയിലെ ഡ്രൈവറായിട്ടുള്ള അമലും ഒപ്പം തന്നെ കണ്ടക്ടർ സിജോയും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. അതായത് സംഭവം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. തിരുവല്ലയിൽ നിന്നും കുറ്റൂരിലേക്ക് ബസ്സിന് ടിക്കറ്റ് എടുത്തു. 13 രൂപയായിരുന്നു ടിക്കറ്റ്. ഇയാൾ 20 രൂപ കൊടുത്തു. ബാക്കി 7 രൂപ പിന്നീട് തരാമെന്ന് കണ്ടക്ടർ പറഞ്ഞു. പക്ഷേ ഈ കുറ്റൂർ എത്തിയിട്ടും ഈ രതീഷ് ഇറങ്ങിയില്ല. പിൻസീറ്റിലിരുന്ന രതീഷ് ഉറങ്ങിപ്പോയി. അങ്ങനെ കുറ്റൂർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാത്ത രതീഷ് പിന്നീട് അടുത്ത സ്റ്റോപ്പ് എത്തുന്നതിന് മുമ്പ് തനിക്ക് വേഗം ഈ സ്ഥലത്ത് ഇറങ്ങണം, സ്റ്റോപ്പ് അല്ലാത്ത സ്ഥലത്ത് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കണ്ടക്ടർ അവിടെ നിർത്തിയില്ല, അടുത്ത സ്റ്റോപ്പിലാണ് നിർത്തിയത്. അങ്ങനെ രണ്ട് രീതിയിൽ പ്രകോപനം ഉണ്ടായി. ഒന്ന്, ടിക്കറ്റിൻ്റെ ബാക്കി പണം നൽകിയില്ല. അങ്ങനെ ഇയാൾ 20 രൂപയുടെ പൈസ 13 രൂപയ്ക്ക് പകരം 100 രൂപയാണ് താൻ നൽകിയതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കണ്ടക്ടർ ആ പണവും നൽകിയില്ല. കൃത്യമായി 13 രൂപ എത്ര രൂപയാണ് നൽകിയതിൻ്റെ ബാക്കി പണം 13 രൂപയാണ് നൽകിയത്. ഒപ്പം തന്നെ ഈ സ്റ്റോപ്പിൽ നിർത്താത്തതും ഈ ബാക്കി പണം നൽകുന്നതിലെ തർക്കവും ഇയാൾക്കുണ്ടായിരുന്നു. അതിലെ പ്രകോപനം ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഇയാൾ ഈ രതീഷ് ബസ് പോയതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന കരിങ്കല്ലെടുത്ത് ഈ ബസ്സിൻ്റെ പിൻഭാഗത്തെ ചില്ല് എറിഞ്ഞുടയ്ക്കുകയായിരുന്നു. അങ്ങനെ ഈ ചില്ല് ഉടയ്ക്കുന്നത് അറിഞ്ഞ കണ്ടക്ടറും ഡ്രൈവറും ഉടൻ തന്നെ ബസ് നിർത്തി രതീഷിന് പിന്നാലെ ഓടി. രതീഷും പാഞ്ഞോടി. അങ്ങനെ രതീഷിനെ ഈ റോഡിന് സമീപത്തെ ഒരു പറമ്പിൽ വെച്ച് പിടികൂടുകയായിരുന്നു. പിടികൂടിയ ശേഷം തിരുവല്ല പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് രതീഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ടാണ്. അവിടെ കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് പോകുന്ന ബസ്സിലായിരുന്നു സംഭവം. SK. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിബലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.